മലബാറിന്റെ സാംസ്കാരിക വിദ്യാഭ്യാസ രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് അടർത്തി മാറ്റാനാകാത്ത ഏടുകളാണ് മഖ്ദൂം പരമ്പരയുടേതെന്നും മഖ്ദൂം വംശജരുടെ ക്രാന്തദർശിത്വവും അനുഭവ സമ്പത്തും സാമൂഹിക താൽപര്യതയും ശ്രദ്ധേയമായിരുന്നുവെന്നും സംസ്ഥാന ഹജ്ജ് വഖഫ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി ബി അബ്ദുറഹിമാൻ പറഞ്ഞു. മഖ്ദൂം ഫാമിലി അസോസിയേഷനും തിരൂരങ്ങാടി PSMO കോളേജ് ചരിത്ര വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച മഖ്ദൂമിയം കോൺഫറൻസ് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. മറ്റു മതങ്ങളെ പരസ്യമായി ദുഷിക്കുന്ന ഭരണാധികാരികൾ ഉള്ളൊരു നാടായി നമ്മുടെ നാട് മാറിയതുള്ള ദുഃഖകരമായുള്ള കാര്യം. പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾ ഏറ്റവും ഭീതിയോടെ ജീവിക്കുന്നൊരവസ്ഥ നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഈ ഇന്നിൽ നിന്നുകൊണ്ടായിരിക്കണം നമ്മൾ മക്തൂമാർ ഈ രാജ്യത്തിന് നൽകിയുള്ള സംഭാവനകളെ, പൊതുസമൂഹത്തിന് നൽകിയുള്ള സംഭാവനകളെ കുറിച്ച്, അവർ ഇടപെട്ട രീതിയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കാനും ശ്രമിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കാം. ലോകത്തിന്റെ പല ഭാഗത്തുമുള്ള പണ്ഡിതർ മതത്തെയും വിജ്ഞാനത്തെയും വ്യത്യസ്ത തലങ്ങളിൽ ഒതുക്കി നിർത്താനും സാധാജനങ്ങളെ വിജ്ഞാന സമ്പാദനത്തിൽ നിന്നും അകറ്റി നിർത്താനും ശ്രമിച്ചപ്പോൾ വിജ്ഞാന സമ്പാദനം വിശ്വാസിക്ക് തിളക്കമേകുന്ന ഒന്നാണ് എന്ന് തെളിയിച്ച പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരായിരുന്നു മഖ്ദൂമുകളെന്നും മന്ത്രി പറഞ്ഞു. പിറന്ന മണ്ണിൽ അതിക്രമിച്ചു കയറി അധികാരം സ്ഥാപിച്ച പോർച്ചുഗീസ് അധിനിവേശത്തോട് പൊരുതി നിൽക്കാൻ സാമൂതിരിക്ക് പിന്നിൽ അഭിമാനമുള്ള ജനതയെ പോരാട്ടത്തിനായി അണിനിരത്താൻ അക്ഷീണം പ്രയത്നിച്ച ഒരു മതപണ്ഡിതനായിരുന്നു ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം. കേരള മുസ്ലിങ്ങളുടെ മതസാമൂഹിക ജീവിതത്തെ ഏറെ സ്വാധീനിച്ചവരായിരുന്നു ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂമുമാർ. പൊന്നാനി വലിയ പള്ളി സ്ഥാപിച്ച് അവിടെ പള്ളി ദർ സ്ഥാപിച്ച ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമനാണ് അതിലാദ്യത്തേത്. പോർച്ചുഗീസുകാർക്കെതിരായ പോരാട്ടത്തിൽ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ പുത്രൻ ഷൈഖ് അബ്ദുൽ അസീസ് മഖ്ദൂം പ്രമുഖ പങ്ക് വഹിച്ചു. ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമന്റെ മൂന്നാമത്തെ പുത്രനായ ഷൈഖ് ഗസാലിയുടെ മകനാണ് ഷൈഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ. 15-16 നൂറ്റാണ്ടുകളിലെ കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ലോകപ്രശസ്തമായ അറബി ഗ്രന്ഥം തുഹ്ഫത്തുൽ മുജാഹിദീൻ രചിച്ചത് സൈനുദ്ദീൻ മഖ്ദൂം ആയിരുന്നു. കേരളത്തെക്കുറിച്ച് എഴുതപ്പെട്ട ആദ്യ ചരിത്ര ഗ്രന്ഥം കൂടിയായിരുന്നു ഇത്. പൊന്നാനി പള്ളിയിലെ 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്ന മതഗ്രന്ഥങ്ങളുടെ അധ്യാപനം മാത്രമല്ല, പള്ളിക്ക് പുറത്തെ നാനാജാതി മതവിഭാഗങ്ങളുടെ സമര പോരാട്ടമുഖത്തുനിന്ന് തന്നെ ഊർജ്ജം പകർന്ന അതുല്യ നക്ഷത്രങ്ങളായിരുന്നു മഖ്ദൂമുമാർ എന്നും മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു. PSMO കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്വാഗത സംഘം ചെയർമാൻ തിരൂരങ്ങാടി മുനിസിപ്പൽ ചെയർമാൻ KP മുഹമ്മദ് കുട്ടി അധ്യക്ഷത വഹിച്ചു. പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ മുഖ്യാതിഥിയായി. മഖ്ദൂം കുടുംബം കേരള സമൂഹ നിർമ്മിതിയും എന്ന വിഷയത്തിൽ ഡോക്ടർ മോയിൻ മലയമ്മയും മഖ്ദൂമുമാരുടെ അധിനിവേശ വിരുദ്ധ പോരാട്ടങ്ങൾ പ്രൊഫസർ AP അബ്ദുൽ വഹാബും പൈതൃക സംരക്ഷണത്തിലെ മഖ്ദൂമി സാധ്യതകൾ എന്ന വിഷയത്തെക്കുറിച്ച് ഡോക്ടർ PP അബ്ദുൾ റസാഖും പ്രഭാഷണങ്ങൾ നടത്തി. മുൻമന്ത്രി നാലകത്ത് സുബി, കോളേജ് മാനേജർ MK ബാബ, പ്രിൻസിപ്പൽ ഡോക്ടർ അസീസ്, അബ്ദുൽ ഗഫൂർ മുസ്ലിയാരകത്ത്, ഷംസുദ്ദീൻ പുതിയകത്ത് ചോലകൽ, ഡോക്ടർ റഫീഖ് ഹുദവി, OT മുസ്തഫ ഫൈസി, സദറുദ്ദീൻ വാഴക്കാട്, മുഹമ്മദ് അലി നാലകത്ത്, മുഹമ്മദ് ഹസീബ്, ഡോക്ടർ ഷെഫി, A ബഷീർ വാഫി വളപുരം, അബ്ദുൾ റൌഫ്, ഡോക്ടർ M നിസാർ, മുഹമ്മദ് ത്വയ്യിബ് സുല്ലമി, പ്രൊഫസർ സലീന എന്നിവർ പ്രസംഗിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മഖ്ദൂം കുടുംബാംഗങ്ങളായ 100 കണക്കിന് പേർ ചടങ്ങിൽ പങ്കെടുത്തു. ഈസ്റ്റ് ലൈവ് തിരൂരങ്ങാടി.